കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സിൽ കടന്നു വന്ന് സംബന്ധിക്കുവാൻ ദൈവജനം പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കർത്താദാസൻ ആശ്രയിച്ച ഫിലിപ്പവർ, മറ്റേ കർത്താദാസന്മാർ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. മറ്റേ മുകളിലൊന്നും കൂടാതെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ കൃതിവാക്യമായി ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യം. അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന് മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഇതാണ് ഈ 3 ദിവസത്തെ നമ്മുടെ വിഷയം. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ 5 പുസ്തകങ്ങളും 10 ന്യായവിധികളുമാണ്. ന്യായവിധി എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളെല്ലാവരും കൂടെ സ്വർഗത്തിലൂടെ ചെല്ലുന്നു, രക്ഷിക്കപ്പെടുന്നതെല്ലാം കൂടെ സ്വർഗത്തിൽ കയറ്റുന്നു, പാപികളെല്ലാം കൂടെ നഗരത്തിലൂടെ തുള്ളിയിടുന്നു, ന്യായവിധി കഴിഞ്ഞെന്നുള്ളത്. പക്ഷെ അങ്ങനല്ല. വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് ന്യായവിധിയെ പറ്റി കിട്ടുന്നതാണ്. വിശുദ്ധ ബൈബിളിൽ 5 പുസ്തകങ്ങൾ, 10 ന്യായവിധികൾ. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. അപ്പൊ ന്യായവിധി പഠിക്കുന്നതിന് മുമ്പ് പുസ്തകങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ന്യായവിധി സമയത്ത്, ന്യായവിസ്താര സമയത്ത് ഏതെല്ലാം പുസ്തകങ്ങളാണ് തുറക്കുവാൻ പോകുന്നത്? ഇന്ന് രാത്രി നമ്മുടെ പുസ്തകങ്ങളെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. നാളെ മറ്റന്നാളുമായി ന്യായവിധികളെ പറ്റി നമുക്ക് പഠിക്കാം. ഞാൻ ഓർപ്പിച്ചതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ 5 പുസ്തകങ്ങളുണ്ട്. 1-ാമത്തെ പുസ്തകം യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 34-ാം അധ്യായം 16-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 34-ാം അധ്യായം 16-ാമത്തെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല. 1-ാമത്തെ പുസ്തകം ബുക്ക് ഓഫ് ദ ലോർഡ്, യഹോവയുടെ പുസ്തകം. ഈ യഹോവയുടെ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിന്റെ കാര്യമാണ്. ഇതിനെയാണ് ബുക്ക് ഓഫ് ദ ലോർഡ്, യഹോവയുടെ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വേദപുസ്തകം, യഹോവയുടെ പുസ്തകം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? 2 പത്രോസ് 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ ദൈവത്തിന്റെ യഹോവയുടെ പുസ്തകം, ഈ വേദപുസ്തകം മനുഷ്യന്റെ ഇഷ്ടത്താൽ എഴുതപ്പെട്ടതല്ല. മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച എഴുതിയതാണ്. ഇത് ദൈവ നിശ്വാസ്യത അടങ്ങിയതാണ്. ഈ ദൈവ വിശ്വാസ്യത എന്ന് പറയുമ്പോൾ ഈ പുസ്തകം എഴുതിയ സമയത്ത് മോശ എന്തെഴുതിയോ അതിലാണ് ദൈവവിശ്വാസ്യതയുള്ളത്. പൗലോസ് എന്തെഴുതിയോ അതിലാണ് ദൈവവിശ്വാസ്യതയുള്ളത്. ഈ ട്രാൻസ്ലേഷനിലകത്ത് ദൈവവിശ്വാസ്യതയില്ല. അതുകൊണ്ടാണ് ഒത്തിരി ട്രാൻസ്ലേഷനില് തെറ്റുകൾ കടന്നുകൂടിയിരിക്കുന്നത്. പരിഭാഷകളിൽ തെറ്റുവരാൻ കാരണം അതിനകത്ത് ദൈവവിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ നമ്മൾ മറ്റു പരിഭാഷകൾ നമ്മൾ നോക്കുന്നു, സംശയ നിവാരണത്തിന് വേണ്ടി. ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് തന്നെ. മറ്റു പുസ്തകങ്ങൾ, മറ്റു പരിഭാഷകൾ നോക്കി ശരിയായ അർത്ഥം നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ തിരുവചനം മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഈ വേദപുസ്തകം മനുഷ്യൻ ദൈവാത്മ നിയോഗത്താൽ എഴുതിയതാണ് ഈ യഹോവയുടെ പുസ്തകം. ഈ യഹോവയുടെ പുസ്തകം എന്തിനാണ് നമുക്ക് തന്നത്? 2 തിമോഥെയോസ് 3-ാം അധ്യായം
16-17 വാക്യങ്ങൾ. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ഏതു മനുഷ്യനും തികവ് പ്രാപിപ്പാൻ ഇതിനകത്ത് ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസമുണ്ട്. ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുവാൻ വേണ്ടിയാണ് യഹോവയുടെ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. ഈ പുസ്തകം ന്യായവിസ്താര സമയത്ത് തുറക്കപ്പെടും. നമ്മുടെ പൊതുവാക്യം ന്യായവിസ്താര സമയത്ത് പുസ്തകങ്ങൾ തുറക്കും. ന്യായവിധി സമയത്ത് തുറക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്ന് ഈ യഹോവയുടെ പുസ്തകമാണ്. തെളിവ് റോമാലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. റോമാലേഖനം 2-ാം അധ്യായം 16-ാം ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ, എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ, സുവിശേഷ പ്രകാരമാണ് ന്യായവിധി നടക്കുന്നതെങ്കിൽ ഈ യഹോവയുടെ പുസ്തകം അന്ന് അവിടെ തുറക്കപ്പെടും. ഈ പുസ്തകത്തിൽ എഴുതിയതിന്റെ വെളിച്ചത്തിൽ ജീവിച്ചതിനും ജീവിക്കാത്തതിനും ഒത്തവണ്ണമാണ് ന്യായവിധി നടക്കാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഞാൻ വേഗം വരുന്നു എന്ന 7 പ്രാവശ്യം പ്രസ്താവിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ദൂതനാണ് പറഞ്ഞത്, ഇതാ അവൻ വേഗത്തിൽ വരുന്നു. പിന്നത്തെ 6 സ്ഥലങ്ങളിലും കർത്താവാണ് പറഞ്ഞത്, ഞാൻ വരുന്നു, ഞാൻ വേഗത്തിൽ വരുന്നു. അത് 3 സ്ഥാനങ്ങൾ, ഒടുവിലത്തെ 3 സ്ഥാനങ്ങൾ ഒടുവിലത്തെ അധ്യായമായ 22-ാം അധ്യായത്തിലാണ്. ആ 22-ാം അധ്യായത്തിൽ കർത്താവ് വരുന്നതിനെ പറ്റി കർത്താവ് വേഗത്തിൽ വരുന്നു, വേഗത്തിൽ വരുന്നു, വേഗത്തിൽ വരുന്നു എന്നാണ് 3 പ്രാവശ്യവും പ്രസ്താവിച്ചിരിക്കുന്നത്. 6-7 വാക്യം. ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് കർത്താവ് വേഗത്തിൽ വരുന്നത്? ഒരു പുസ്തകം കൊടുത്ത് പ്രമാണിപ്പാൻ കൊടുത്തേച്ച ഒരു ഗുരുനാഥനെ പോലെ കർത്താവ് പോയി. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിൽ എഴുതിയതിന് ഒത്തവണ്ണം ജീവിച്ചതിന് അല്ലെങ്കിൽ വിസ്താരം നടത്തുവാൻ. അപ്പോൾ ഒന്നാമത് ഇവിടെ കർത്താവ് വേഗത്തിൽ വരുന്നു എന്ന് പറയുന്നത് ഒരു ഗുരുനാഥനെ പോലെ അവൻ വേഗത്തിൽ വരും. ഈ പുസ്തകം തന്ന പ്രമാണിക്കാനും പുസ്തകം തന്നേച്ച് ഈ ഗുരുനാഥൻ കടന്നുപോയി. ഈ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുവാൻ ഈ കർത്താവ് വേഗത്തിൽ വരും. രണ്ടാമത് കർത്താവ് വേഗത്തിൽ വരുന്നു എന്ന് പറയുന്നത് 14-ാം വാക്യത്തിലാണ്. 14-ാം വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ വായിച്ചു. അതിന്റെ 11-ാം വാക്യം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലും. രണ്ടാമത് കർത്താവ് വേഗത്തിൽ വരുന്നത് എന്തിനാ? പ്രതിഫലം കൊടുക്കുവാൻ. ഒരു യജമാനനെ പോലെ കർത്താവ് വേഗത്തിൽ വരും. ജോലി ഏൽപ്പിച്ച ഈ യജമാനൻ കടന്നുപോയി. ആ യജമാനൻ മടങ്ങി വരുന്നത് തന്റെ വേലക്കാർക്ക് പ്രതിഫലം കൊടുക്കുവാൻ. രണ്ടാമത് കർത്താവ് വേഗത്തിൽ വരുന്നു എന്ന് 22-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ഒരു യജമാനനെ പോലെ വേഗം വരും. 1 ഗുരുനാഥനെ പോലെ വേഗം വരും. 2 യജമാനനെ പോലെ വേഗം വരും. 3 ഒടുവിലത്തെ വാക്യം 20-ാം വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. മതി. മണവാളനാകുന്ന കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരും. എന്തിനാ? തന്റെ മണവാട്ടിയെ കൊണ്ടുപോകുവാൻ.
മണവാട്ടി പ്രതിഫലിക്കുകയാണ്. ആമീൻ കർത്താവേ, വരണമേ. ഈ മണവാട്ടി വേഗം വിട്ട് കളഞ്ഞു. വേഗം കൂടുതൽ മണവാളനം. ഒരു ദിവസം മുമ്പേ വന്ന തന്റെ മണവാട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ വെമ്പുന്ന ഒരു മണവാളനാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. കർത്താവ് വരണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. നമ്മുടെ ആഗ്രഹത്തെക്കാൾ ഒരുപടി കൂടുതലാണ് നമ്മുടെ കർത്താവിന്റെ ആഗ്രഹം. ദൈവസഭ പീഡി അനുഭവിക്കുമ്പോൾ, കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന് തന്റെ മണവാട്ടിയെ എത്ര വേഗം കൊണ്ടുപോകുവാൻ അതിനെ കൊതിക്കുന്ന ഒരു മണവാളൻ നമുക്കായി ജീവിക്കുന്നു. മൂന്നാമത് കർത്താവ് വേഗത്തിൽ വരുന്നു എന്ന് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഒരു മണവാളനെ പോലെ. ഒന്ന്, ഗുരുനാഥനെ പോലെ വേഗം വരും. രണ്ട്, യജമാനെ പോലെ വേഗം വരും. മൂന്ന്, മണവാളനെ പോലെ വേഗം വരും. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നതിനനുസരിച്ച് ന്യായവിധി നടത്തുവാൻ ന്യായവിസ്താര സമയത്ത് യഹോവയുടെ പുസ്തകം തുറക്കപ്പെടും. മറ്റൊരു തെളിവ് 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസം പകർന്നു നൽകുന്ന ദൈവസ്ഥനിൽ നീതിയല്ല. അവിടെയും വ്യക്തമാക്കിയാണ് സുവിശേഷ പ്രകാരമാണ് ന്യായവിധി നടക്കുന്നത്. യഹോവയുടെ പുസ്തകം ന്യായവിസ്താര സമയത്ത് തുറക്കപ്പെടും. ഒരു തെളിവ് കൂടെ ഞാൻ ആ ഭാഗം വിടും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നതിന് ന്യായം വിധിക്കുന്നവരുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ ഒന്നാമത്തെ പുസ്തകം യഹോവയുടെ പുസ്തകം. ഈ യഹോവയുടെ പുസ്തകം ന്യായവിസ്താര സമയത്ത് തുറക്കപ്പെടും. ഇനി രണ്ടാമത്തെ പുസ്തകം ജീവന്റെ പുസ്തകം, ബുക്ക് ഓഫ് ലൈഫ്. ജീവന്റെ പുസ്തകം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജീവന്റെ പുസ്തകം എന്ന് വായിക്കുമ്പോൾ 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിന്. അപ്പോൾ ജീവന്റെ പുസ്തകം, കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകം, ഈ രണ്ടും ഒന്നാണോ? ഇത് രണ്ടാണോ? ഇത് പെന്തിക്കോസ്ത് മിഷൻകാര് പഠിപ്പിക്കുന്നത് ഇത് രണ്ടും രണ്ടാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നവരുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതുമ്പോൾ അവരാണ് പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. സിയോൻ മലയിൽ പിന്നെ മറ്റൊരു കൂട്ടര. പുതിയ യെരൂശലേമിൽ പോകുന്നവർ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ്. ഏതായാലും ഈ ന്യായത്തിന് ഉപോത്ബലമായി മറ്റൊരു തെളിവ് ബൈബിളിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു കാര്യം തെളിയിക്കണമെങ്കിൽ 2 സാക്ഷികൾ വേണം. മറ്റൊരു വാക്യം ഇല്ലാത്തത് കൊണ്ട്, ഇണവാക്യമില്ലാത്തത് കൊണ്ട് ഈ 2 ഇവിടെ കാണുന്ന ഈ പുസ്തകം ഒന്നാണെന്ന് വേണം ധരിക്കുവാൻ. ജീവന്റെ പുസ്തകവും കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകം ഒന്ന് തന്നെയാണ്. ഈ പുസ്തകത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേരാണ് എഴുതുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ പേര് എഴുതുന്ന പുസ്തകമാണ് ഈ ബുക്ക് ഓഫ് ലൈഫ്, ജീവന്റെ പുസ്തകം. കഥാ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി,
മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിന് ആ നാഴികയിൽ അവൻ എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്ര സന്തോഷിപ്പിൻ. സ്തോത്രം. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തന്നെ സന്തോഷിക്കണം. നമ്മളിൽ കൂടി എത്ര വലിയ ശുശ്രൂഷ വെളിപ്പെട്ടെന്ന് വന്നാലും അതിലല്ല നമ്മുടെ സന്തോഷം. നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടതിലാണ് നമ്മുടെ സന്തോഷം. അതിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്യെ തള്ളിയിടും. അത് നമുക്കുണ്ടാകാതിരിക്കട്ടെ. കൊണക്കത്താവിനെ രക്ഷകനായി കണ്ടുമുട്ടുവാൻ, നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ദൈവം നമുക്കെല്ലാം ഭാഗ്യം. ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ രാജ്യത്തിൽ അവന്റെ പേര് ചേർക്കപ്പെടും എന്നതുപോലെ സ്വർഗത്തിൽ ജനിക്കുന്നവരുടെ പേര് എഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. 87-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. അപ്പോൾ സ്വർഗത്തിൽ ജനിച്ച വ്യക്തിയുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, പുതുതായി നീ ജനിക്കുന്നില്ലെങ്കിൽ ദൈവം സ്വർഗരാജ്യം നീ കാണത്തില്ല, അത് കടക്കാനും പോകുന്നില്ല. സ്വർഗീയ സിയോനിൽ ജനിക്കുവാൻ ദൈവം ഭാഗ്യം. ആ ജനിച്ചവരുടെ പേര് ഈ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഈ കാര്യം തന്നെയാണ് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുടർന്ന് നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷിക്കപ്പെടും. ഏത് പുസ്തകം? സ്വർഗത്തിലെ ഈ പുസ്തകത്തിൽ എഴുതുന്ന കാര്യമാണ്. ഈ പുസ്തകം ന്യായവിസ്താര സമയത്ത് തുറന്നു. ബുക്ക് ഓഫ് ലൈഫ്, ജീവന്റെ പുസ്തകം. ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെ നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നെ ഉറപ്പ് പ്രാപിക്കാൻ കഴിയുമോ? നമ്മളെ ചിലവടത്തൊക്കെ സുവിശേഷം പറയുമ്പോൾ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോവോ എന്നൊക്കെ ചോദിച്ചാൽ ചിലരുടെ മറുപടി അതെങ്ങനെ ഇപ്പോഴേ പറയാൻ ഒക്കുന്നത്, അങ്ങ് എന്ന് കഴിയുമ്പോഴല്ലേ അറിയത്തുള്ളൂ. ഈ കയ്യാലപ്പോഴത്തെ തേങ്ങ പോലെ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ട് വീഴും, അല്ലെ ഇങ്ങോട്ട് കൊണ്ടുവീഴും. ഇങ്ങനെയൊന്നുമല്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പ് പ്രാപിക്കുവാൻ തെളിവ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. സാക്ഷാൽ ഇണയാളിയായുള്ളവയെ അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായ. അപ്പോൾ പൗലോസിന് നല്ല ഉറപ്പുണ്ട്, ക്ലേമന്റിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ക്ലേമന്റിനും ഈ വിഷയത്തിൽ നല്ല ഉറപ്പാണ്. ഇവിടെ നിൽക്കുന്ന രക്ഷിക്കപ്പെട്ട നമുക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മുടെ പേര് സ്വർഗത്തെ ജീവപുസ്തകത്തിലുണ്ട്. നാം ദൈവത്തിന്റെ പൈതലെന്ന് ദൈവാത്മാവ് നമ്മളോട് സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട്, അവൻ വീണ്ടും ജനിച്ച വ്യക്തിയാണെന്ന്, രക്ഷിക്കപ്പെട്ടവനാണെന്ന്, അവന്റെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ ഉണ്ടെന്നുള്ളത് അവന് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടതിനെ പറ്റിയുള്ള ഉറപ്പ് നമുക്ക് പ്രാപിക്കാൻ കഴിയും, നമുക്കുണ്ട്. ജീവപുസ്തകത്തിൽ ഒരാളുടെ പേര് എഴുതി കഴിഞ്ഞാൽ ആ പേര് ദൈവം മായ്ക്കുമോ? വേദപുസ്തകം പറയുന്നു മായ്ക്കുമെന്ന്.
രക്ഷ നഷ്ടപ്പെടത്തില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ ജീവിച്ചാലും രക്ഷയൊന്നും പോകത്തില്ല എന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ അവരതിലെടുക്കുന്ന ന്യായം രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഒരു വ്യക്തി മറ്റൊരാൾക്ക് ഒരു ദാനം കൊടുത്താൽ ദാനം വാങ്ങിച്ചയാൾ എങ്ങനെ ജീവിച്ചാലും ഈ ദാനം തിരിച്ചു വാങ്ങിക്കത്തില്ല. ഇത് ദാനം വാങ്ങി കൊടുത്തത് ഇതുപോലെ രക്ഷയും. പക്ഷെ ബൈബിൾ പറയുന്നു ജീവപുസ്തകത്തിൽ പേര് എഴുതിയാലും മായുവാൻ സാധ്യതയുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32, 33 വാക്യങ്ങൾ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്റെ പേര് മായ്ച്ചു കളയണം. യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തതിന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്നോട് പാപം ചെയ്തവന്റെ പേരാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യനേക്കാൾ ബലഹീനനായ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന് മുമ്പിൽ കെഞ്ചി നിൽക്കുന്ന ഒരു ദൈവത്തെ ബൈബിളിൽ കാണാൻ കഴിയും. മറ്റേതോ ദൈവമല്ല, നമ്മുടെ ദൈവം തന്നെയാണ്. അങ്ങനെ ഒരു ദൈവത്തെ നാം ആദ്യം കാണുന്നത് യബ്ബോക്ക് കടവിലാണ്. യാക്കോബുമായി മല്ലുപിടിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് പറയുന്നു, യാക്കോബേ നീ എന്നെ വിട്. ഉഷസാകുന്നു, നേരം വെളുക്കുന്നു, നീ എന്നെ വിട്, നീ എന്നെ വിട് യാക്കോബേ എന്ന് പറഞ്ഞ ദൈവം യാക്കോബിന്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തെക്കാൾ ബലവാനാണോ യാക്കോബ്? യാക്കോബ് ദൈവത്തെ അടക്കം പിടിച്ചേക്കുകയാണ്. നീ എന്നെ വിട്, നീ എന്നെ വിടെന്ന് ദൈവം യാക്കോബിനോട് പറയുന്നത് യാക്കോബിന്റെ കൈക്കരുത്തിന്റെ മുമ്പിലല്ല, അവന്റെ കണ്ണുനീരിന്റെ ബലത്തിന്റെ മുമ്പിലാണ്. ഒരു കൊച്ചുകുട്ടി അപ്പന്റെ കാലെ പിടിച്ച നിലവിളിക്കുന്നത് പോലെ യാക്കോബ് ദൈവത്തിന്റെ കാലെ പിടിച്ച നിലവിളിക്കുമ്പോൾ അവന്റെ കൈ തട്ടിമാറ്റി പോകുവാൻ ഈ ദൈവത്തിന് ഇഷ്ടമില്ല. കരഞ്ഞു നിൽക്കുന്ന യാക്കോബിന്റെ മുമ്പിൽ നമ്മുടെ ദൈവം സ്വയം ബലഹീനനാണ്. ഇതുപോലെ ദൈവത്തെയാണ് സീനായി പർവ്വതത്തിൽ ഇവിടെ കാണുന്നത്. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ താഴെ അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കുക. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഇത് ജനത്തെ നശിപ്പിക്കാൻ പോകും, നിന്നെ ഒരു ജാതിയാക്കും. മോശ ദൈവമാകെ കവിണ്ട വീണ അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ദൈവം പറയുന്നുണ്ട് അധ്യായത്തിലുള്ള 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ, മോശെ ഈ അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, എന്നെ വിട. നിന്നെ ഞാൻ മോശയോട് പറയാ, നീ എന്നെ വിട. അപ്പൊ മോശ ദൈവത്തെ അടക്കം പിടിച്ചേക്കാണ്. എന്നെ വിടു മോശ, എന്നെ വിടു മോശ എന്ന ദൈവം മോശയോട് അപേക്ഷിക്കുമ്പോൾ ഈ മോശയുടെ കായബലത്തിന്റെ മുമ്പിലല്ല ദൈവം അപേക്ഷിക്കുന്നത്, അവന്റെ കണ്ണുനീരിന്റെ ബലത്തിന്റെ മുമ്പിലാണ്. മോശയുടെ കണ്ണുനീർ ദൈവത്തെ സ്വയം ബലഹീനനാക്കി. ഇതുപോലൊരു ദൈവത്തെ സൊദോം ഗൊമോറ പട്ടണത്തിൽ കാണാം. ലോത്തിനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് പുറത്താക്കി. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലുണ്ട്. ഈ പ്രദേശത്ത് എങ്ങും നിൽക്കരുത്, പുറകോട്ട് നോക്കരുത്, ആ കാണുന്ന പർവ്വതത്തിലേക്ക് ഓടും. ലോത്ത് പറഞ്ഞു പട്ടണത്തിലേക്ക് ഓടാം. ദൈവം ആവശ്യപ്പെട്ടത് പർവ്വതത്തിലോടാൻ, ലോത്ത് പറയുന്നു പട്ടണത്തിലോടാം. ദൈവം കോപിച്ചില്ല. ദൈവം ലോത്തിനോട് പറഞ്ഞു പട്ടണത്തിലേക്കെങ്കിൽ പട്ടണത്തിലേക്ക് ഓടാം. അടുത്ത ദൈവം പറഞ്ഞതാ, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന നിലയിൽ ദൈവത്തെ കൊണ്ടെത്തിച്ചത്. ഇതിന്റെ തലേ ദിവസം അബ്രഹാം നടത്തിയ അഭിയായി 10 നീതിമാന്മാരെ പട്ടണത്തിലുണ്ടെങ്കിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ നീതിമാന്മാരെ കൂടെ നശിപ്പിക്കുമോ എന്ന നിലവിളിയാണ്. എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന നിലയിൽ ദൈവത്തെ കൊണ്ടെത്തിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, കരയുന്ന ദൈവമക്കളുടെ മുമ്പിൽ നമ്മുടെ ദൈവം സ്വയം ബലഹീനനാണ്.
പലരും മാതാപിതാക്കളാണ്, മക്കളെ വളർത്തിയവല്ല. ഞാൻ 3 മക്കളെ വളർത്തി. 30 വയസ്സുകാരൻ അപ്പനും 3 വയസ്സുകാരൻ മോനും തമ്മിൽ ഗുസ്തി പിടിക്കും. ഈ 3 വയസ്സുകാരൻ മോൻ അപ്പനെ നെഞ്ചേച്ച് ഞാൻ പപ്പായെ ജയിച്ചു, ഞാൻ ഡാഡിയെ ജയിച്ചു. താഴെ കിടക്കുന്ന അപ്പം പറയും, മോനെ നീ ജയിച്ചോളാ, ഞാൻ തോറ്റു. ഇവിടെ 3 വയസ്സുകാരൻ 30 വയസ്സുകാരനെ തോൽപ്പിച്ചതല്ല, മകന് വേണ്ടി അപ്പൻ സ്വയം തോറ്റു കൊടുത്തത്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. യാക്കോബ് ദൈവത്തെ തോൽപ്പിച്ചതല്ല, യാക്കോബിന് വേണ്ടി ദൈവം സ്വയം തോറ്റു കൊടുത്തത്. ലോത്ത് ദൈവത്തെ തോൽപ്പിച്ചതല്ല, അബ്രഹാമിനെ ഓർത്ത ലോത്തിന്റെ മുമ്പിൽ ദൈവം സ്വയം തോറ്റു കൊടുത്തത്. മോശ ദൈവത്തെ തോൽപ്പിച്ചതല്ല, മോശയുടെ മുമ്പിൽ ദൈവം സ്വയം തോറ്റു കൊടുത്തത്. കരയുന്ന ദൈവത്തിന്റെ വൈതലെ, നിനക്ക് വേണ്ടി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നിനക്കായി ജീവിക്കുന്നുണ്ടെന്ന് ചിലരെ കണ്ടുകൊണ്ട് ദൈവാത്മാവ് ആലോചന പറയും. യാമങ്ങളിലും യാമാരംഭങ്ങളിലും കണ്ണുനീരോട് കിടക്കെ നനയ്ക്കുന്ന ചില ജീവിതങ്ങളുടെ മധ്യത്തിലുണ്ട്. എന്റെ പാനീയത്തിൽ കണ്ണുനീര് കരങ്ങുന്നു, ഞാൻ ചാരം പോലെ അപ്പം തിന്നുന്നു എന്ന് പറഞ്ഞ ദാവീദിന്റെ അനുഭവം ഇവിടെ നിൽക്കുന്ന പലരുടെയും ജീവിതത്തിലുണ്ട്. യോബ് പറയുന്നു, രാത്രിയിൽ എനിക്ക് കുടയ്ക്കാൻ ഉരുളിയാത്തേ പണി. കണ്ണീര് കാണുന്നവൻ, കരയുന്ന ദൈവമക്കളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതിയാൽ മായുമോ? ദൈവം പറയുന്നു, എന്നെ വിട്ടുപോകുന്നവരുടെ പേര് ഞാൻ വായിച്ചു കളയും. മറ്റൊരു തെളിവ് 69-ാം സങ്കീർത്തനം 28-ാം വാക്യം. 61 ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണം. അപ്പോൾ മാഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്, മായ്ച്ചു കളയും. മറ്റൊരു തെളിവ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. വെളിപ്പാട് പുസ്തകം, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളമെടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും. അപ്പൊ ജീവപുസ്തകത്തിൽ പേര് എഴുതിയാൽ പാപം ചെയ്താൽ മാഞ്ഞു പോകും. ഇപ്പോഴത്തെ പുതിയ ഗ്രൂപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട്, ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക്. അവിടെ ദുരുപദേശങ്ങളിൽ ഒന്ന് രക്ഷ നഷ്ടപ്പെടത്തില്ല. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാള് വീണാൽ അവൻ കൃപയിൽ നിന്ന് വീഴുകയല്ല, കൃപയിലേക്ക് വീഴുക. എന്റെ മോനെ, അതിന്റെ ഒരു വീഴ്ചയാണ് നമുക്കറിയാം. കൃപയെന്ന് വീഴുകയല്ല, കൃപയ്ക്ക് അകത്തോട്ട് വീഴുക. രക്ഷിക്കപ്പെടാത്തവരാണ് പിന്മാറ്റത്തിൽ പോകുന്നത് പോലും. ഇവിടെ എല്ലാം കണ്ടത് ജീവപുസ്തകത്തിൽ പേരെഴുതിയവരുടെ കാര്യം അവിടെ പറഞ്ഞു. ഇതുപോലുള്ള ദുരുപദേശങ്ങളൊക്കെ ആധുനിക തലമുറയ്ക്ക് ഇഷ്ടമാണ്. പാപം ചെയ്യുവാനുള്ള ലൈസൻസാണ്. തെറ്റിയതാലും കുഴപ്പമില്ല, ഹൃദയമൊന്നും വീണു പോകത്തില്ല, കർത്താവ് തള്ളിക്കളയത്തില്ല. ദൈവസഭ, ദൈവദാസന്മാർ ഉപദേശത്തിന്റെ കാവൽ പണിയാളികളാണ്. ഈ ദുരുപദേശം ധാരാളം വ്യാപിച്ചുകൊണ്ട് അനേക യൗവനക്കാരെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഇതിന്റെ പ്രധാന വക്താവ് സജിത്ത് കണ്ണൂർ എന്ന് പറഞ്ഞതാണ്. ഹൃദയമൊന്നും വീഴത്തില്ല, ഇതിലൊക്കെ അത്തോട് വീഴും. യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടോ. ഇവിടെ ഒക്കെ ദൈവസഭ ജാഗരൂകരായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോ യൗവനക്കാർക്ക് ഇഷ്ടം. എന്ത് ഏറ്റവും ചെയ്യാം? നമ്മളവിടെ കണ്ടു, ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകും. റോമാലേഖനം 11-ാം അധ്യായം 21, 22 വാക്യങ്ങളിൽ സ്വാഭാവിക കൊമ്പുകളെ അവർ ആദരിച്ചില്ല, നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. സ്വാഭാവിക കൊമ്പുകളായ യഹൂദൻ
കൊമ്പുകളിൽ ചിലതിനെ വെട്ടിക്കളഞ്ഞു. കാട്ടൊലിവായ നമ്മെ ആ സ്ഥാനത്ത് നല്ലൊഴിവോട് ചേർത്ത് യോജിപ്പിച്ചെങ്കിൽ നമ്മള് വീണ് പോയാൽ, നിഗളിച്ചു പോയാൽ, പാപം ചെയ്തു പോയാൽ സ്വാഭാവിക കൊമ്പുകളെ വെട്ടിക്കളയാൻ മടിക്കാത്ത ദൈവം നിങ്ങളെയും വെട്ടിക്കളയുമെന്നാണ് പൗലോസ് താക്കീത് നൽകുന്നത്. നമ്മുടെ പ്രവാസകാലം വഴിയിൽ നമ്മൾ വിട്ടുപോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചോളൂ. ഈ പുസ്തകം ന്യായവിസ്താര സമയത്ത് തുറന്നു. യഹോവയുടെ പുസ്തകം ന്യായവിസ്താര സമയത്ത് തുറന്നു. ഇവിടെ കണ്ട ജീവന്റെ പുസ്തകവും ന്യായവിസ്താര സമയത്ത് തുറന്നു. മൂന്നാമത്തെ പുസ്തകം മലാക്കി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ബുക്ക് ഓഫ് റിമംബറൻസ്, ഓർമ്മയുടെ പുസ്തകം. ബുക്ക് ഓഫ് റിമംബറൻസ്. ഈ പുസ്തകത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. യഹോവ ഭക്തന്മാർ സംസാരിച്ചത് അതെല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്തിനാ? പ്രതിഫലം വീതിക്കുന്ന നാളിൽ ഇതിനൊത്തവണ്ണം പ്രതിഫലം നമുക്ക് തരുവാൻ. ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് എഴുതുന്നതെന്ന് ബൈബിളിലുണ്ട്. ആ മലാക്കി പ്രവചനം നമ്മൾ കണ്ടു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. അത് കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടു. അത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതുന്ന മറ്റൊരു കാര്യം 56-ാം സങ്കീർത്തനം 8-ാം വാക്യം. 56-ാം സങ്കീർത്തനം. നീ എന്റെ ഉഴൽച്ചകൾ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അപ്പോൾ ഈ പുസ്തകത്തിൽ, സ്മരണയുടെ പുസ്തകത്തിൽ എന്തുണ്ട്? നമ്മുടെ പ്രാർത്ഥനയുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, രാജ്യത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത ദൈവസന്നിധി നെടുമ്പാട് കിടക്കുന്ന തന്റെ ജനത്തിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവല്ല, ഒരിക്കലും നഷ്ടമല്ല. ഈ പ്രാർത്ഥിച്ചതിനും പ്രതിഫലമുണ്ട്. പ്രവർത്തിച്ചതിന് പ്രതിഫലം ഉള്ളതുപോലെ തന്നെ പ്രാർത്ഥിച്ചതിനും പ്രതിഫലമുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കുറഞ്ഞു പോകരുത്. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതുന്ന മറ്റൊരു കാര്യം, നമ്മുടെ നടപ്പ്, കർത്താവിന് വേണ്ടി നടന്നത് ഈ പുസ്തകത്തിലുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം, ഇത് 13-ാം അധ്യായം 27-ാം വാക്യം. എന്റെ കാൽ നീ ആമത്തിലിട്ടു, എന്റെ നടപ്പൊക്കെയും കുറിച്ചു വെക്കുന്നു. എന്റെ നടപ്പൊക്കെയും നീ കുറിച്ചു വെക്കുന്നു. നമ്മുടെ സംസാരം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കർത്താവിന് വേണ്ടി നടന്നതും പ്രവർത്തിച്ചതും എല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം ഇതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്ന നീതി പ്രവർത്തികൾ കറവ് കണ്ട തുണി പോലെയാണ്. അതിന് പ്രതിഫലം ഇടത്തില്ലല്ലോ. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ ചെയ്യുന്ന നീതി പ്രവർത്തികൾ, നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രാർത്ഥന, നമ്മൾ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചു. മാത്രമല്ല, നമുക്കെതിരായി ശത്രു ചെയ്ത കാര്യവും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1 ശമൂവേൽ 15-ാം അധ്യായം 2-ാം വാക്യം. 1 ശമൂവേൽ
15-ാം അധ്യായം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അമാലേക്കർ ഇസ്രായേൽ മക്കളോട് വഴിയിൽ വെച്ച് ചെയ്ത കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം മാത്രമല്ല ഈ പുസ്തകത്തിൽ എഴുതുന്നത്, ശത്രു നമുക്കെതിരായി ചെയ്യുന്നതും കൂടി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ച കഷ്ടത, രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ ഭവനക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ദൈവത്തിലെ നീ അനുഭവിച്ച നിന്ദയും കുത്തുവാക്കുകളും അപമാനങ്ങളും ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നീ അനുഭവിച്ച കഷ്ടതയും നിന്ദയും വൃഥാവല്ല, ഇതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന്. നമുക്കെതിരായി രഹസ്യമായിട്ടും പരസ്യമായിട്ടും ശത്രു എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം ഈ സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് അറിയണമെന്നില്ല. ശത്രു നമുക്കെതിരായി ചെയ്ത കാര്യങ്ങൾ അറിയുന്ന ഒരു സമയമുണ്ട്. ന്യായവിസ്താര സമയത്ത് പുസ്തകം തുറക്കും. അന്നേരമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആരെല്ലാം നമുക്കെതിരായി എന്തെല്ലാം പ്രവർത്തിച്ച കാര്യം അതെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. നാം അനുഭവിച്ച കഷ്ടതയും വേദനയും നിന്നയും ഇതിനെല്ലാം നിത്യതയിൽ ചെല്ലുമ്പോൾ പ്രതിഫലമുണ്ട്. ഈ പുസ്തകവും ന്യായവിസ്താര സമയത്ത് തുറക്കും. യഹോവയുടെ പുസ്തകം തുറക്കും, ജീവന്റെ പുസ്തകം തുറക്കും, സ്മരണയുടെ പുസ്തകവും തുറക്കും. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഇനി 4-ാമത്തെ പുസ്തകം 139-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. 139-ാം സങ്കീർത്തനം. ഞാൻ പിന്നാലായിരുന്നപ്പോൾ നിന്റെ കണ്ണു തന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എന്നെ പറ്റിയുള്ളതെല്ലാം എഴുതിയിരിക്കുന്ന പുസ്തകം, ബുക്ക് ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ, മുൻ നിർണയ പുസ്തകം. നമ്മൾ പിണ്ടാകാരമായിരുന്നപ്പോൾ, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോ നമ്മെ പറ്റിയുള്ള കാര്യങ്ങൾ മുഴുവനും എഴുതപ്പെട്ടതായ പുസ്തകം, ബുക്ക് ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ, മുൻ നിർണയ പുസ്തകം. ഈ മുൻനിർണയ പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഈ ആത്മീയ ഗോളത്തിൽ ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെച്ചിട്ടുള്ള വിഷയമാണ്. ഇപ്പോഴും മുൻനിർണയത്തെ പറ്റി പലർക്കും ശരിയായ ഒരു ധാരണയും ചില ആളുകൾക്ക് പെട്ടുമാണ്ടെത്താം. ഞാനെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ആന്റിയുടെ വീട്ടിൽ ചെന്നു. ആന്റി രക്ഷപ്പെടുന്ന ആനപ്പെടുന്ന കർത്താവിനെ ആരാധിക്കും. സംസാരമെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. ആന്റിയുടെ ഭർത്താവ് അങ്കിള് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ ആന്റിയെ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ അങ്കിളിനെ മാനസാന്തരത്തിലേക്ക് നയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഈ ആന്റി എന്നോട് പറയുകയാണ്, ഭാഷവേ, ഒരു പ്രവാചകൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ അങ്കിളിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അങ്കിള് മാനസാന്തരപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ മുൻനിർണയത്തിൽപ്പെട്ട കാര്യമേ അല്ല. അങ്കിള് മാനസാന്തരപ്പെടത്തില്ല. അതുകൊണ്ട് ആന്റി, നീ അങ്കിളിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഈ ബാബു ആന്റി വിശ്വസിച്ച് അങ്ങോട്ട് പ്രാർത്ഥന നിർത്തി. ഈ ആന്റിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് ഒത്തിരി പാടുപെടുന്നുണ്ട്. ഇതാണോ പ്രീ ഡെസ്റ്റിനേഷൻ? പ്രവാചകൻ ഈ ആലോചന കൊടുക്കും. ആര് രക്ഷിക്കപ്പെടും? ആ കർത്താവ് നേരത്തെ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ രക്ഷിക്കപ്പെടത്തുള്ളൂ. ചിലരെ ന്യായവിധിക്ക് വേണ്ടി മാറ്റി വച്ചേക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട. അവരൊരിക്കലും മാനസാന്തരപ്പെടത്തില്ല. ഇങ്ങനെ ഈ പ്രീ ഡെസ്റ്റിനേഷന് ദുർവ്യാഖ്യാനം കൊടുക്കുന്ന ഒരു പ്രവണത ആധുനിക തലമുറയിൽ നമുക്ക് കാണുവാൻ കഴിയും.
ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മുൻ നിർണയം, പ്രീ ഡെസ്റ്റിനേഷൻ എന്ന വാക്ക് വരുന്ന 7 വാക്യങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. 7 വാക്യങ്ങൾ വായിക്കാൻ പോവുക. വിഷയം വിട്ടാണെന്ന് തോന്നിയാലും ഈ കാലത്ത് ഇത് നന്നായി മനസ്സിലാക്കണം. പലരെയും തെറ്റിക്കുന്ന ഒരു വിഷയമാണ് പ്രീ ഡെസ്റ്റിനേഷൻ. ദുർവ്യാഖ്യാനം കൊടുത്ത മനുഷ്യനെ വല്ലാതെ തെറ്റിക്കുകയാണ്. ദൈവം മുന്നണിച്ചവരെ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ, സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ, അല്ലാത്തവർ ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല, ബാധിക്ക പോലും വേണ്ട. പ്രീ ഡെസ്റ്റിനേഷൻ വരുന്ന 7 വാക്യങ്ങളാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. ഒന്നാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 27-28 നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം എന്തുവാ? സംഭവിക്കണമെന്ന മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചു. എന്താ സംഭവിക്കണമെന്ന് മുൻ നിയമിച്ചത്? യേശുവിന്റെ മരണമാണ്. അങ്ങനെയെങ്കിൽ യേശുവിനുണ്ടായ ന്യായവിധി സംഭവിക്കണമെന്ന് മുൻ നിർണയിക്കപ്പെട്ടതാണ്. അപ്പോൾ യേശുവിനെ കൊലയ്ക്ക് വിധിച്ച പീലാത്തോസിനെ എന്തിന് കുറ്റം പറയണം? ഇത് മുൻ നിയമിച്ചത്. യേശുവിനെ ക്രൂശിച്ച റോമൻ പടയാളികളെ കുറ്റം പറയാനൊക്കോ? ഇത് മുൻ നിയമിച്ചത്. യേശുവിനെ വിറ്റ യൂദായെ എന്തിന് കുറ്റം പറയണം? ഇതെല്ലാം മുൻ നിയമിച്ചതാണ്. അതാണ് സംഭവിച്ചത് എന്നാണ് ഈ വാക്യം പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്യം, 7 വാക്യവും നമുക്ക് നോക്കാം. പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 13-ാം അധ്യായം 48-ാം വാക്യം. 48-ാം വാക്യം. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ട എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ ആരാ വിശ്വസിച്ചത്? നിത്യജീവനായി പ്രീഡെസ്റ്റൈൻ ചെയ്തവർ, ദൈവം മുൻ നിയമിച്ചവർ വിശ്വസിച്ചു. നിയമിക്കപ്പെട്ടവർ വിശ്വസിക്കില്ല. നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവർ മാത്രമേ വിശ്വസിച്ചുള്ളൂ എന്നായി വാക്യം പറയും. ഇനി 3-ാമത്തെ വാക്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം മുൻ നിയമനത്തോടുള്ള ബന്ധത്തിൽ. റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവര് തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ആ വാക്യം വെളിപ്പെടുത്തുന്നു. ദൈവ ലോക സ്ഥാപനത്തിന് മുമ്പേ ചിലരെ മുൻ അറിഞ്ഞിരുന്നു. അവരെയാണ് മുൻ നിയമിച്ചത്, അവരെയാണ് വിളിച്ചത്, അവരെ നീതീകരിച്ചു, അവരെ തേജസ്കരിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ സുവിശേഷ ഘോഷണത്തിന്റെ ആവശ്യം എന്തോ? ദൈവം മുൻ അറിഞ്ഞവരെ മുൻ നിയമിച്ചു, അവരെയൊക്കെ തേജസ്കരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ നാടുനീളെ നടന്ന് സുവിശേഷം പറയേണ്ട കാര്യമോ? ദൈവത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടവർ എങ്ങനെയായാലും അവർ രക്ഷിക്കപ്പെട്ടോളും, അവർ സ്വർഗ്ഗത്തിൽ പോയിക്കോളും. സുവിശേഷ ഘോഷണത്തിന് പ്രസക്തി ഇല്ലല്ലോ. അടുത്ത വാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചു. നമ്മുടെ തേജസ്സിന് വേണ്ടി ദൈവം മുൻ നിയമിച്ചു, നിത്യതയ്ക്ക് വേണ്ടി. 5-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5,
6 വാക്യങ്ങൾ. അവനിൽ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. നമ്മളെ മുൻ നിയമിച്ചു, സ്നേഹത്തിൽ അവൻ നമ്മളെ മുൻ നിയമിച്ചു. 6 വാക്യം. ആ എഫേസ്യ ലേഖനം തന്നെ 1-ാം അധ്യായം 11-ാം വാക്യം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നതിന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പോഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ നമ്മളെ നിയമിച്ചു. 7-ാമത്തേതും ഒടുവിലത്തേതുമായി വാക്യം 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യം. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം. ദൈവത്തിന്റെ മുന്നറിവ്. ഈ 7 വാക്യങ്ങളിലാണ് പുതിയ നിയമത്തിൽ പ്രീ ഡെസ്റ്റിനേഷൻ നമ്മൾ കാണുന്നത്. ഈ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിനോ അവൻ നശിക്കുന്നതിനോ അവനല്ല കാരണക്കാരൻ, ദൈവമാണെന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുടെ രക്ഷയ്ക്കും ഒരു വ്യക്തിയുടെ നാശത്തിനും അവനല്ല കാരണക്കാരൻ, ദൈവമാണെന്ന് പറഞ്ഞു. എന്റെ രക്ഷയ്ക്ക് കാരണക്കാരൻ ഞാനല്ല, ദൈവമാണെന്ന് വരും. ഇനി നമുക്ക് ഈ മുൻ നിർണയം എന്ന വിഷയം ഒന്ന് മാറ്റിവെക്കാം. ഈ കണ്ട 7 വാക്യം ദൈവവചനം നമ്മോടുള്ള ബന്ധത്തിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ 7 വാക്യങ്ങളാണ് കണ്ടത്. ദൈവത്തിന്റെ മുൻനിയമനം. ഇനി ദൈവവചനം നമ്മോടുള്ള ബന്ധത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകണമെങ്കിൽ ഓരോരുത്തർ അവനവൻ തന്നെ ദൈവത്തിൽ വിശ്വസിക്കണം, അവനെ കൈക്കൊള്ളണം, എന്നാലേ ദൈവമക്കളാകുവാൻ കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചാലേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ, നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അന്ത്യ ന്യായവിധിയെ പറ്റി എഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കുവാൻ. അപ്പോൾ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് അനുസാരമായിട്ടാണ് ന്യായവിധി നടക്കുന്നത്. മറ്റൊരിടത്ത് വായിക്കുന്നു, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിനാക്കും. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വാ. ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു, രക്ഷ പ്രാപിക്കുവാൻ അവനവന്റെ പ്രവൃത്തിയാണ് കാരണം. ആദ്യത്തെ മുൻനിയമനത്തിന്റെ വാക്യങ്ങൾ കണ്ടപ്പോൾ ഒരു വ്യക്തിയുടെ രക്ഷയ്ക്കും നാശത്തിനും ദൈവമാണ് കാരണഭൂതൻ എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ രക്ഷയ്ക്കും നാശത്തിനും അവനവൻ തന്നെയാണ് കാരണക്കാരൻ. ഇപ്പോൾ ദൈവവചനത്തിൽ വൈരുദ്ധ്യമുണ്ടോ? ദൈവവചനം പരസ്പര വിരുദ്ധമാണോ? ദൈവവചനം ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകങ്ങളാണ്. ഈ മുൻനിയമനം എന്ന വിഷയം, പ്രീ ഡെസ്റ്റിനേഷൻ, നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്ന കാര്യമേ അല്ല.
വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അനേകം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ. മോശ പറയുമ്പോൾ വെളിപ്പെട്ട കാര്യം നമുക്കുള്ളത്, മറഞ്ഞിരിക്കുന്നത് ദൈവത്തിനുള്ളത്. ഈ വിഷയം ഒന്നും കൂടെ ഞാൻ ഒന്ന് വ്യക്തമാക്കാം. നമ്മുടെ ഇന്ത്യയിൽ എല്ലാ ലോകരാജ്യങ്ങളും